ഈ കേരളത്തിലെ പൊതുസമൂഹത്തെ ഞെട്ടിച്ചൊരു കൊലപാതകമാണ് വെഞ്ഞാറമൂട് കൊലപാതകം. ഇതുമായി ബന്ധപ്പെട്ട് ഉമ്മ ആദ്യം ഈ മകനെതിരെ മൊഴി നൽകാൻ തയ്യാറായിട്ടില്ല. ഇപ്പോൾ ഈ മകനെതിരെ മൊഴി നൽകിയിട്ടുണ്ട്. ഇങ്ങനെ ഒരു ചാഞ്ചാടുന്നത് ഈ കേസിനെ ബാധിക്കില്ല, ഉമ്മയുടെ ഈ നിലപാട്? തീർച്ചയായിട്ടും അതിനുള്ള ചാഞ്ചാടുന്നത് കേസിനെ ബാധിക്കും. ഈ അമ്മയുടെ ഒരു 164 സ്റ്റേറ്റ്മെൻറ്റ്, അത് കോടതിയിൽ കൊടുക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് എടുത്താൽ മാത്രമേ നമുക്ക് വ്യക്തത വരുള്ളൂ അതിനകത്ത്. ഈ ചാഞ്ചാട്ടമുണ്ടോ അതോ ശരിയായ രീതിയിൽ ഉറച്ചു നിൽക്കുന്നവരാണ്. കാര്യം ആകെ ജീവിച്ചിരിക്കുന്ന ഒരു വിറ്റ്നസ്സാണ് ഈ അമ്മ എന്ന് പറയുന്നത്. ബാക്കിയെല്ലാം മരണപ്പെട്ടു, അമ്മ മാത്രമേ ജീവിച്ചിട്ടുള്ളൂ. ഒരു ഡയറക്റ്റ് വിറ്റ്നസ് ഈ കൊലപാതക കേസിൽ വളരെ അത്യന്താപേക്ഷിതമാണ്. കാര്യം അത് അപ്പീലൊക്കെ പോയി കഴിയുമ്പോൾ അത് ദോഷമായിട്ട് ബാധിക്കാതിരിക്കാനായിട്ട് ഒരു ഡയറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് അത്യാവശ്യമുള്ള കാര്യമാണ്. അത് അമ്മ ഉറച്ച് തന്നെ സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കണം. ഈ മകൻ ഉപദ്രവിച്ചു, മറ്റുള്ള ആൾക്കാരെ സ്വന്തമായിട്ട് അറിഞ്ഞു എന്ന രീതിയിൽ ശക്തമായൊരു മൊഴി അത്യാവശ്യമുള്ള കാര്യമാണ്. അല്ല, അങ്ങനെ ഈ ഉമ്മയ്ക്ക് ഒരു കൃത്യമായ ഒരു മൊഴി നൽകാൻ കഴിഞ്ഞില്ലെങ്കിൽ, ഈ മകൻ അനുകൂലമായി മൊഴി നൽകുകയാണെങ്കിൽ എങ്ങനെ ഈ എന്തെങ്കിലും ശിക്ഷ ഇളവോ അതിലൊരു ചെറിയ എന്തെങ്കിലും സംഭവിക്കുമോ? അങ്ങനെയല്ലേ സാറിന് ഇത് നമുക്ക് ബാക്കി എല്ലാ കൊലപാതകങ്ങളും ഡയറക്റ്റ് എവിഡൻസ് ഒന്നുമില്ല, എല്ലാം ഇൻഡയറക്റ്റ് എവിഡൻസ് മാത്രമേ ഉള്ളൂ. കാരണം കൊലപാതകം ആരും കാണുന്നില്ല. ശാസ്ത്രീയമായ തെളിവുകളും മറ്റുള്ള ഈ സാഹചര്യ തെളിവുകളും മാത്രമേ ഉള്ളൂ മറ്റു ഈ കൊലപാതകങ്ങളിലുള്ള സാക്ഷികളായിട്ട്. ഈ അമ്മയെ അടിച്ചത് മാത്രമേ ഉള്ളൂ ശരിക്കും ഒരു ഡയറക്റ്റായിട്ടൊരു ജീവിച്ചിരിക്കുന്നുണ്ട്. അത് നല്ലൊരു എവിഡൻസാണത്. അപ്പോൾ അമ്മയുടെ മാറ്റം എന്ന് പറയുന്നത് കേസിന് വളരെ ദോഷമായിട്ട് തന്നെ ബാധിക്കും, സംശയമില്ലാത്ത കാര്യമാണ്. കാര്യം അമ്മ പറയാണ് ഇടയ്ക്ക് പത്രത്തിൽ കിടക്കുന്നതുകൊണ്ട് അമ്മ ഉരുണ്ട് വീണിട്ട് പരിക്ക് പറ്റിയാണ്, അല്ലെങ്കിൽ അമ്മാനെ ഉപദ്രവിച്ചല്ല എന്നൊക്കെ രീതിയിൽ പറയുന്നുണ്ട്. സ്വാഭാവികമാണ് അമ്മ മകനെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളത്. പിന്നെ എനിക്ക് ഒരു മോൻ നഷ്ടപ്പെട്ടു, മറ്റേ മോനും നഷ്ടപ്പെടാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന രീതിയിലൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പം അങ്ങനെയൊക്കെ മൊഴി മാറിക്കഴിഞ്ഞാൽ അത് കേസിനെ ദോഷമായിട്ട് തന്നെ ബാധിക്കും, സംശയമില്ലായിരുന്നു. പക്ഷേ സയൻറ്റിഫിക് എവിഡൻസും മറ്റേ സാഹചര്യത്തിലൂടെ മറ്റ് കൺവിക്ഷൻ കൊടുക്കാൻ പറ്റും, അത് സംശയമില്ലാത്ത കാര്യമാണ്. ഈ കേസുമായി ബന്ധപ്പെട്ട് തുടക്കം ഈ വലിയ സാമ്പത്തിക ബാധ്യത ഉള്ളതായി പുറത്തു വന്നിരുന്നു വിവരങ്ങൾ. അപ്പോൾ പലരും പറഞ്ഞത് ഈ ഉമ്മയുടെ ആഡംബര ജീവിതമാണ് ഇതിന് പിന്നിലെന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ പലരും ഈ ഉമ്മയെ സംശയം പ്രകടിപ്പിക്കുന്നു, ഇതിലെന്തെങ്കിലും ഉമ്മയുടെ പങ്കുള്ളതായോ. അതൊരു വലിയ കൊലപാതകമാണല്ലോ, അപ്പോൾ ഒരു ഗൂഢാലോചന ഉണ്ടോ, ആ രീതിയിൽ പല സംശയങ്ങളും ഉമ്മയ്ക്ക് നേരെ പലരും ആരോപിക്കുമ്പോൾ അങ്ങനെ ഒരു അന്വേഷണത്തിലേക്ക് കടക്കാൻ പോലീസിന് കഴിയുമോ? തീർച്ചയായിട്ടും കഴിയും. അങ്ങനെ ഒരു ആരോപണം ഉണ്ടെങ്കിൽ അന്വേഷിക്കാൻ പറ്റും, പോലീസിന് ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷേ അതൊക്കെ ഇരിക്കുള്ളൂ ഓരോ റൂമേഴ്സായിരിക്കും മിക്കവാറും. പോലീസിന് കൃത്യമായിട്ട് അന്വേഷിക്കാൻ പറ്റും. അന്വേഷിക്കുന്ന പല ഉദ്യോഗസ്ഥന്മാരാണ് കേസ് അന്വേഷിക്കുന്നത്. തീർച്ചയായിട്ടും കാരണം ഈ സാമ്പത്തികമായാണല്ലോ വലിയ പ്രതിസന്ധി ആ കുടുംബത്തെ വേട്ടയാടിയതായി പറയുന്നത്. അപ്പോൾ എങ്ങനെ സാമ്പത്തിക പ്രതിസന്ധി വന്നു, ഈ പണം എങ്ങോട്ട് പോയി, അങ്ങനെ രീതിയിലുള്ള ഒരു അന്വേഷണവും സാധ്യതയുണ്ട്. അന്വേഷിക്കാൻ സാധിക്കാൻ പറ്റും. നമുക്ക് ആ ഒരു കുടുംബത്തിൽ വന്നിട്ടുള്ള പൈസകളും വന്ന് ചിലവാക്കിയ കാശുകളും എല്ലാം കൃത്യമായി അന്വേഷിക്കാൻ പറ്റും. ബാങ്ക് അക്കൗണ്ട് മുഖാന്തരം പോയാണോ അതോ അല്ലാതെ പേഴ്സണലായിട്ട് പൈസ കൊടുത്താണോ ഇല്ലെന്ന് കൃത്യമായിട്ട് അന്വേഷിക്കാൻ പറ്റും. വരുന്ന എമൗണ്ട് പോകുന്നത് അച്ഛൻ വെളിയിൽ അയക്കുന്ന എമൗണ്ടുകളാണ് കൂടുതൽ ഇവർക്ക് വരുമാനമായിട്ടുള്ളത്. അപ്പോൾ അച്ഛൻ അയക്കുന്ന എമൗണ്ടൊക്കെ റെക്കോർഡിക്കലായിട്ട് അയക്കാൻ പറ്റുള്ളൂ, അല്ലാതെ വരുന്ന പൈസയെ നമുക്ക് അന്വേഷിക്കാൻ പറ്റും. അതോടൊപ്പം തന്നെ ഈ ഉമ്മയുമായി ബന്ധപ്പെട്ട് ഇനി ഒരു മാറ്റം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ? കാരണം ഒരു മകൻ നഷ്ടപ്പെട്ടിട്ട് ഈ ഉമ്മ മറ്റൊരു മകനെ പിന്തുണയ്ക്കുകയാണ്. അതെന്തൊരു മാനസികാവസ്ഥയായിരിക്കും? എപ്പോഴും അമ്മയ്ക്ക് അമ്മയെ സംബന്ധിച്ചുള്ള മകൻ എന്ന് പറയുന്നത് ഒരു വലിയൊരു ഒരു രക്തബന്ധമാണ്. മകനെ അമ്മയോടുള്ള സ്നേഹമൊന്നും വർണ്ണിക്കാൻ വയ്യാത്ത രീതിയിലാണ്. അപ്പം അതുകൊണ്ട് സ്വാഭാവികമായിട്ടും മകൻ എത്ര കുറ്റകൃത്യം ചെയ്താലും അമ്മയ്ക്ക് മകനെ സഹായിക്കുക എന്നുള്ളൊരു മനസ്ഥിതിയാണ്, സംശയമില്ലാത്ത കാര്യമാണ്. പക്ഷെ ഒരു മകൻ കൊലപ്പെട്ടിട്ട് പോലും അങ്ങനെ സാറിന്റെ ജീവിതത്തിൽ അങ്ങനെ ഏതെങ്കിലും അമ്മമാരെ കണ്ടിട്ടുണ്ടോ? ഇല്ല, കണ്ടിട്ടില്ല. അല്ലാത്ത നമ്മുടെ ഒരു ജമ്മു കാശ്മീരിലെ ഇവിടുന്ന് കേരളത്തിൽ പോയി ജമ്മു കാശ്മീരിൽ പോയി തീവ്രവാദി പരിശീലനം കഴിഞ്ഞ് തിരിച്ചു വന്ന സമയത്ത് വെടികൊണ്ട് മരിച്ച ഒരാളുടെ ഉമ്മ പറഞ്ഞത് എനിക്ക് ഈ മകനെ വേണ്ട എന്നാണ് പറഞ്ഞത്. രാജ്യത്തിന് എതിരെ നിൽക്കുന്ന മകനെ എനിക്ക് വേണ്ട, മകൻ എനിക്ക് കാണുകയും വേണ്ട, ഞാൻ ഏറ്റെടുക്കുകയില്ല എന്ന് പറഞ്ഞ ഒരു രാജ്യമാണ് നമ്മളെ കേരളം എന്ന് പറയുന്നത്. നമ്മുടെ സംസ്ഥാനമാണ് നമ്മളെ കേരളം. അവിടെ ഈ ഉമ്മയും എനിക്ക് തോന്നുന്നില്ല അവസാനം അത് മാറിപ്പോകും. ആദ്യം ഒരു ചാഞ്ചാട്ടമായിരിക്കും, പക്ഷേ തീർച്ചയായിട്ടും ആ ഉമ്മ മാറി ഇവരെതിരെ മൊഴി കൊടുക്കുന്നതാണ് നമ്മുടെ പ്രതീക്ഷ. അല്ല, അങ്ങനെ പറയുമ്പോഴും ഈ ഇളയ മകൻ കൊലപ്പെട്ടതായി അറിഞ്ഞിട്ട് പോലും ഉമ്മ ചില മൊഴികളിൽ ഉറച്ചു നിൽക്കുകയാണ്. ഇവൻ എൻ്റെ മൂത്ത മകൻ ഇങ്ങനെ ചെയ്യാൻ കഴിയില്ല, അവൻ പാവമാണെന്ന രീതിയിൽ. അത് എന്തുകൊണ്ടായിരിക്കും അങ്ങനെ ഒരു മാനസികാവസ്ഥ?
അല്ല, ഞാൻ പറഞ്ഞില്ലേ, അമ്മയ്ക്ക് മകനോടുള്ള ഒരു സ്നേഹം തന്നെയാണ്. പിന്നെ അവരുടെ കുടുംബത്തെ എല്ലാവരും നഷ്ടപ്പെട്ടു. ഇനി ഒരു മകനും കൂടെ നഷ്ടപ്പെടാനെന്ന് ഉദ്ദേശിച്ച് മാത്രമായിരിക്കും. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം, ഈ ഉമ്മയുടെ ഇത്തരം പ്രവൃത്തികൾ നമ്മുടെ സമൂഹത്തിന് ഒരു തെറ്റായ സന്ദേശമല്ല നൽകുന്നത്. തീർച്ചയായും. ഈ മകനെ കൊലപാതകം ചെയ്ത മകനെ തന്നെ സംരക്ഷിക്കുക, ആ മകനെ നിയമത്തിന് വിട്ടുകൊടുക്കാതെ സംരക്ഷിക്കുക, അത് മറ്റു അമ്മമാരെ സ്വാധീനിക്കാനുള്ള സാധ്യതയുണ്ടോ? അല്ല, അത് തെറ്റായ ഒരു സന്ദേശം തന്നെയാണ്. ഒരു കുറ്റകൃത്യം ചെയ്തു കഴിഞ്ഞാൽ ആ കുറ്റകൃത്യം മകനാണ് ചെയ്താലും ഭർത്താവാണ് ചെയ്താലും മകളാണ് ചെയ്താലും ആ കുറ്റകൃത്യം ചെയ്തത് തെറ്റ് തന്നെയാണെന്നുള്ളതാണ് അമ്മയുടെ പരിഗണനയിലുള്ളത്. അല്ലാതെ അത് ശരിയാണെന്ന് ഒരിക്കലും അമ്മ പറയാൻ പാടില്ല. കാര്യം അത് തെറ്റ് തന്നെയാണ്. അത് കറക്റ്റ് ചെയ്തെടുക്കണം ആ തെറ്റിന്. അപ്പോൾ എന്താ മാത്രം സമൂഹത്തിനൊരു പാഠമാവുള്ളൂ. മറ്റുള്ള അമ്മമാർക്കും ഒരു പാഠമാണെന്നുണ്ടെങ്കിൽ ഒരാൾ കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കുറ്റമായിട്ട് തന്നെ കാണണം. അത് ശരിയാക്കിയെടുത്ത സമൂഹത്തിനൊരു ദോഷമുണ്ടാക്കുക. ഇന്നിപ്പം ബന്ധുക്കൾ മാത്രമേ കൊന്നുള്ളൂ, നാളെ വേറൊരാൾ ചിലപ്പോൾ അങ്ങനെ ആയിരിക്കില്ല. അപ്പം അമേരിക്കയിലും പല രാജ്യങ്ങളിലുമൊക്കെ തോക്ക് കൊടുത്തിട്ട് സ്കൂളിൽ പോയി വേറെ ആൾക്കാരെ വെടിവെച്ചു കൊല്ലുകയാണ്. ഇടക്കാലത്ത് കോഴിക്കോട് സംഭവം ഉണ്ടല്ലേ, വിദ്യാർത്ഥികൾ സംഘർഷം ഉണ്ടാകുന്നു, കൊലപ്പെടുത്തുന്നു, 10ാം ക്ലാസ്സുകാർ. അതെ. അപ്പോൾ അതേപോലെ സംഭവങ്ങൾ പിന്നെ ആവർത്തിക്കപ്പെടും. ഇതൊരു പാഠമായിരിക്കണം. അമ്മ സഹായിക്കില്ല, അല്ലെങ്കിൽ ബന്ധുക്കളാണ് സഹായിക്കില്ല. കുറ്റകൃത്യം ചെയ്തു കഴിഞ്ഞാൽ അത് നിയമത്തിന് മുമ്പിൽ പോയി നിൽക്കേണ്ടി വരും എന്ന് തോന്നൽ അയാൾക്ക് ഉണ്ടാക്കിയെടുക്കണം. ഇങ്ങനെ കൊലപാതകങ്ങൾ നടക്കുമ്പോൾ എപ്പോഴും ആരോപണ വിധേയരാകുന്ന വിദ്യാർത്ഥികളാണ്, കുട്ടികളാണ്. ഈ കുട്ടിയായിരിക്കും പ്രധാനപ്പെട്ട എല്ലാവരും ആരോപണം ഉന്നയിക്കുന്നത്. ഇപ്പോൾ പക്ഷേ ഈ കുട്ടികളെ വളർത്തുന്ന രക്ഷിതാക്കളുണ്ടല്ലോ, ഈ രക്ഷിതാക്കളുടെ മുന്നിൽ നിന്നാണല്ലോ ഈ വിദ്യാർത്ഥികൾ ഈ പൊതുസമൂഹത്തിലേക്ക് ആദ്യമായി ചൂടെടുത്ത് വയ്ക്കുന്നത്. അപ്പോൾ ഈ രക്ഷിതാക്കൾക്കും ഒരു പങ്കില്ല. ഇങ്ങനെ ഈ ഉമ്മയെ പോലുള്ള അമ്മമാരുണ്ടെങ്കിൽ കുട്ടികൾ വഴിതെറ്റുന്നത് പതിവായിരിക്കുമല്ലോ. കുട്ടികൾ വഴിതെറ്റാനുള്ള പ്രധാനപ്പെട്ട കാര്യം വെച്ചാൽ അച്ഛനും അമ്മയ്ക്കും ജോലി കാണും. അവരുടേതായിട്ടുള്ള ജോലി തിരക്കിലായിരിക്കും. ഈ കുട്ടികളെ ശരിയായ രീതിയിൽ നിയന്ത്രിക്കാൻ അവർക്ക് സാധിക്കുന്നില്ല. കൊച്ചിലെ തൊട്ടേ കുട്ടികൾക്ക് വീഡിയോ ഗെയിം അല്ലെങ്കിൽ മൊബൈലെ കൈ കൊടുക്കും. ഈ വീഡിയോ ഗെയിമിലും മൊബൈലിലുമുള്ള അവർ കാണുന്ന കാർട്ടൂണും അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളൊക്കെ എന്ന് പറയുന്നത് അക്രമാസക്തമായ ഓരോ കാര്യങ്ങളാണ്. വെടിവെക്കുക, അല്ലെങ്കിൽ ബൈക്ക് ഭയങ്കര സ്പീഡിൽ ചേസ് ചെയ്യുക, ഇത്തരം നിയമവിരുദ്ധമായ കാര്യങ്ങളാണ് ആ വീഡിയോ ഗെയിംസിലൂടെയും അതുപോലെ തന്നെ മൊബൈലിലെ പല ഗെയിമിലൂടെയും നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ കണ്ടാണ് കുട്ടികൾ പറയുന്നത്. അപ്പോൾ അവർക്ക് ഇതൊന്നും ഒരു ഒഫൻസായിട്ട് മനസ്സിൽ തോന്നില്ല. കുട്ടികൾ കളിപ്പാട്ടമായിട്ട് വാങ്ങിച്ചുകൊണ്ട് AK-47 തോക്കിൻ്റെ മറ്റേ പ്ലാസ്റ്റിക് മോഡലും അങ്ങനെ കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുക്കുന്നത്. ഇതൊക്കെ എടുത്ത് വെടിവെക്കുക എന്നുള്ളതാണ് അവൻ്റെ കൊച്ചിലെ തൊട്ടുള്ള അവൻ്റെ ചിന്താഗതി. ഇതെല്ലാം കണ്ട് അച്ഛനും അമ്മയും വളരെ സന്തോഷത്തോടുകൂടി കൈയടിക്കുകയും ചെയ്യും. എൻ്റെ മോൻ കണ്ട എന്തോ ഉഗ്രമായിട്ട് വീഡിയോ ഗെയിം കളിക്കുന്നു, എൻ്റെ മോൻ തോക്കൊക്കെ എടുത്ത് ആൾക്കാരെ വെടിവെക്കുന്നുണ്ട്. ഇതൊക്കെ ഇത്തരം കാര്യങ്ങളിലൂടെ അവൻ്റെ മനസ്സിലെ ചെറിയൊരു ക്രിമിനൽ ആക്ടിവിറ്റീസ് ഉണ്ടാകുന്നു. കൊച്ചുകുട്ടി ഒരു 8, 9, 10 വയസ്സായപ്പോൾ തന്നെ അവനെ മോട്ടോർ സൈക്കിൾ എടുത്തിട്ട് അവനെ ഓടിപ്പിക്കുന്നു. ശരിക്കും അതൊരു നിയമവിരുദ്ധമായ കാര്യമാണ് എന്ന് കുട്ടിക്ക് തോന്നുന്നില്ല. അച്ഛൻ ഓട്ടിക്കുന്നു, ഞാനും ഓട്ടിക്കുന്നു. കാർ ഓട്ടിക്കുന്ന കുട്ടികളുണ്ട് കൊച്ചിൻ്റെ പ്രായത്തിലാണ്. അല്ലെങ്കിൽ എവിടെയെങ്കിലും യാത്ര പോകുമ്പോൾ മോൻ്റെ ഡ്രൈവിംഗ് സ്റ്റിയറിംഗ് ആയിക്കൊടുക്കും. അതുകൊണ്ട് ഇതൊക്കെ നിയമവിരുദ്ധമായ കാര്യങ്ങൾ കൊച്ചിലായിട്ട് കുട്ടികളുടെ മനസ്സിലേക്ക് ഒരു ആകർഷണം ഉണ്ടാക്കിയെടുക്കുന്നു. ഇതൊക്കെയാണ് കുട്ടികളുടെ മനസ്സിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം. എന്നാൽ ഈ അച്ഛനും അമ്മയും ജോലിക്ക് പോയി കഴിഞ്ഞാൽ പിള്ളേരുടെ കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് അച്ഛനും അമ്മയ്ക്ക് സമയമില്ല. കുട്ടികൾ സ്കൂളിൽ വന്ന് അന്നത്തെ സ്കൂളിലെ വിശേഷങ്ങൾ എന്തെല്ലാം, കൂട്ടുകാരൊക്കെ എന്തൊക്കെ സംസാരിച്ചു, എന്തൊക്കെ പ്രവർത്തിച്ചു, അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങൾ തെറ്റ്, ഇന്ന കാര്യങ്ങൾ ശരി എന്ന രീതിയിൽ പറഞ്ഞു കൊടുക്കാൻ അച്ഛനമ്മയ്ക്ക് സമയമില്ല. പണ്ടൊക്കെ വീട്ടിൽ അപ്പൂപ്പൻ അമ്മൂമ്മയൊക്കെ ഉള്ളതുകൊണ്ട് അവരത് കേൾക്കാൻ തയ്യാറാവുന്നു. ഇപ്പോൾ അപ്പൂപ്പ വീട്ടിലില്ല. അവരൊക്കെ ഉള്ളവരൊക്കെ അനാഥാലയത്തിലാണ്, അല്ലെന്നെങ്കിൽ അവരെ പ്രത്യേകം ജീവിക്കുന്നു. അപ്പോൾ ഈ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാൻ കുട്ടികൾക്ക് ആരുമില്ല. അവർ തെറ്റായ വഴി സഞ്ചരിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ അവർക്ക് പറ്റാത്ത കണ്ടീഷൻ. ഈ സ്പേസിലേക്കാണ് ലഹരിയുടെയും കടന്നു കയറ്റം. എന്തായാലും ഇതിനൊരു രക്ഷിതാക്കളെങ്കിലും ബോധവൽക്കരിച്ചാൽ ഒരു മാറ്റം വരും. രക്ഷിതാക്കളെ ബോധവൽക്കരും ടീച്ചേഴ്സ്, സ്കൂളിലെ ടീച്ചേഴ്സിന് ഏറ്റവും പ്രധാനപ്പെട്ട റോളാണ്. ഇപ്പോൾ തന്നെ പല പീഡന കേസ് തെളിയുന്ന സ്കൂൾ ടീച്ചേഴ്സ് ബോധമാണ്. അവർ കൗൺസിൽ ചെയ്യുമ്പോൾ കിട്ടുന്നത്. അതുപോലെ നല്ല രീതിയിൽ കൗൺസിലിംഗ് കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. ഇത് തെറ്റ്. പക്ഷേ ഈ ടീച്ചർമാർ ഒരു ചെറിയ തല്ല് കൊടുത്താൽ രക്ഷിതാക്കൾ ഞാൻ ഇഷ്ടംപോലെ അടികൊണ്ടിട്ടുള്ള സാറിൻ്റെ ഇഷ്ടംപോലെ അടിയുള്ള ആളാണ്. പക്ഷെ എനിക്ക് സാറിന് വിരോധം വീട്ടിൽ ചെന്ന് പറയാറുമില്ല. വീട്ടിൽ പറഞ്ഞ 2 അടി കൂടുതൽ. ഇങ്ങനെ ചെറിയ തല്ലുണ്ടാകുമ്പോൾ പിന്നെ കേസായി ബഹളമായി
ബാലാവകാശ സാറന്മാർക്ക് പേടിയാണ്. ഒരുപാട് കമ്മീഷനെ കൊള്ളാം, ബാലാവകാശ കമ്മീഷൻ, മനുഷ്യാവകാശ കമ്മീഷൻ എല്ലാം കൊള്ളാം. പക്ഷെ അതൊക്കെ നമ്മൾ സമൂഹത്തിന് വേണ്ടിയാണ് ചെയ്യുന്നത്. സമൂഹത്തിന് ദോഷമുണ്ടാകുന്ന കാര്യങ്ങൾ പ്രത്യേകിച്ച് ടീച്ചേഴ്സിനൊക്കെ ചിലപ്പോൾ ശിക്ഷിക്കാനുള്ള അവകാശം തന്നെ കൊടുക്കണം, സംശയമില്ലാത്ത കാര്യമാണ്. ചെറിയ ശിക്ഷകൾ അതിനൊരുത്തർ അടിക്കുകയോ ചവിട്ടുകയോ ഇരിക്കാനല്ല പറയുന്നത്, ചെറിയ ശിക്ഷ കൊടുക്കാനും ഉള്ള അനുവാദം കൊടുക്കണം ടീച്ചർമാർക്ക്. എന്നാൽ മാത്രമേ നമ്മുടെ സമൂഹം നന്നായി കിട്ടുള്ളൂ.